ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 54. ഒരു ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ ക്യാൻസലേഷനെ കുറിച്ചാണ്. സോ ഫോർവേഡ് കോൺട്രാക്ട് ക്യാൻസലേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡ്യൂ ഡേറ്റിന് എന്ത് ചെയ്യാം, ഫോർവേഡ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അതല്ല ബിഫോർ ഡ്യൂ ഡേറ്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസലേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇത്തരം ഈ ക്യാൻസലേഷൻ അതിൻ്റെയൊക്കെ റൂൾസ് പറയുന്നത് ഫെഡായി എന്ന് പറയും. ഫെഡായി മീൻസ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ഫെഡായുടെ കുറച്ച് റൂൾസ് അപ്ലിക്കബിൾ ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കേസുകളിൽ ഓക്കെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഫോർവേഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിൽമെൻറ്റ്, അതിൻ്റെ ബാക്കി ചാർജസ് ഒക്കെ എങ്ങനെയാണ് കസ്റ്റമർ പേ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല റൂൾസും അതിൽ കാണാൻ പറ്റും. നമുക്ക് എല്ലാ റൂൾസൊന്നും പഠിക്കാം, ഫെഡായ റൂൾസിലോട്ടൊന്നും നമ്മൾ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. An importer booked a forward contract with his bank on 10th April for USD 2 lakhs due on 10th June at the rate of 64.40. Okay, അപ്പോൾ ഒരു ഇമ്പോർട്ടർ ആണ് അല്ലേ. നമുക്കറിയാം ഇമ്പോർട്ടർ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വാണ്ട്സ് ടു ബൈ ദ ഫോറിൻ കറൻസി. ദറ്റ് ഈസ് ഇവിടെ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാനുണ്ട്, അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് $2,00,000 പേ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടർ എന്തായിരിക്കും, ബാങ്കിനായിട്ട് വെച്ച കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബൈ USD. അപ്പോൾ തിരിച്ച് ബാങ്ക് എന്തായിരിക്കും, ടു സെൽ USD. ഓക്കെ, സോ അപ്പോൾ ബാങ്ക് $US സെൽ ചെയ്യും, $2,00,000 സെൽ ചെയ്യും. കസ്റ്റമർ എന്ത് ചെയ്യും, $2,00,000 ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ റേറ്റ് എത്രയാണ്, 64.4 കസ്റ്റമർ വാങ്ങാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് വിൽക്കുന്നത് 64.4. ഇനി the bank covered its position in the market at the rate of 64.28. ഓക്കെ, സോ ബാങ്ക് നോർമലി പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ബാങ്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു $US കൈവശം വെച്ചിരിക്കില്ല. കാരണം ഫോറിൻ കറൻസി ഡെയിലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ കയ്യിൽ ഫോറിൻ കറൻസി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ബാങ്കുകൾ നോർമലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കുക, കസ്റ്റമർ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യാനുള്ള കോൺട്രാക്റ്റുമായിട്ടാണ് ആര് വന്നത്, കസ്റ്റമർ വന്നത്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം, ഇത് സെല്ല് ചെയ്യണമെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ ഈ സാധനം വേണ്ടേ അല്ലേ. സോ നമ്മളെ കയ്യിലുള്ളതിൽ നമുക്ക് ഇങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ നോർമലി. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യണം, വേറൊരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യണം, വാങ്ങിക്കണം. ഓക്കെ, സോ അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഇന്റർ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യും, മറ്റൊരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, വാങ്ങിക്കും. ഓക്കെ, സാധാരണ എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ AKMൻ്റെ കേസിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലോയുടെ ക്ലാസ് നിങ്ങൾ ഓർഡർ ചെയ്തെന്ന് വിചാരിക്കുക, AKMന്ന് ലോയുടെ ക്ലാസ് എടുത്തു എന്ന് വിചാരിക്കുക. സോ ഞങ്ങളിൽ ലോയുടെ ക്ലാസ് ഇല്ല, ആക്ച്വലി ഞാൻ ലോയുടെ ക്ലാസ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമർ, ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, ലോയുടെ ക്ലാസ് വാങ്ങാൻ വന്നപ്പോൾ ഞങ്ങളിൽ എൻ്റെ കയ്യിൽ ലോയുടെ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, ലോയുടെ ക്ലാസ് വാങ്ങിക്കും. അപ്പോൾ ഞാൻ വാങ്ങുന്നു, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നു, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു അല്ലേ. ഇതേപോലെ തന്നെ ആലോചിക്കുക ഈ ഒരു കേസിൽ. സോ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ബാങ്ക് എനോട് ചോദിക്കുകയാണ്, എനിക്ക് $. വേണം. സോ ബാങ്ക് എയുടെ കയ്യിൽ $. ഇല്ല. സോ ബാങ്ക് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, ബാങ്ക് ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ വാങ്ങിച്ച $. എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, സെല് ചെയ്യുന്നു, കസ്റ്റമർക്ക് സെല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതിന് നമ്മൾ കവർ ചെയ്യാന്ന് പറയുന്നു. ഓക്കെ, സോ ദ ബാങ്ക് കവേർഡ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 64.28 എന്ത് ചെയ്യാണ്, സോ ബാങ്ക് ഒരു കോൺട്രാക്റ്റിൻ്റെ റിസ്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പോൾ ബാങ്ക് പ്രോഫിറ്റിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഇന്റർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുന്നത് 64.28 അപ്പോൾ ബാങ്ക് ഓരോ $64 64.28 നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് ബാങ്ക് എന്നിട്ട് കസ്റ്റമർക്ക് വിൽക്കുന്നത് 64.4 അല്ലേ. അപ്പം ഞാനാണ് ബാങ്ക് എന്ന് വിചാരിക്കുക, ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് 64.28 വാങ്ങിച്ചിട്ട് കസ്റ്റമർക്ക് 64.4 വിൽക്കുകയാണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനിൽ ഓരോ $നും ഇപ്പോഴത്തെ കണക്ക് പ്രകാരം എനിക്ക് 12 പൈസ അല്ലേ. സോ 12 പൈസ ഒരു $. എനിക്ക് ലാഭമുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു $. അല്ല, $2,00,000 ഞാൻ എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് അത്രയും 2,00,000 × 12 പൈസ എനിക്ക് എന്നിട്ട് പ്രോഫിറ്റിനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. The exchange rate for dollar in the interbank market on 10th June and 20th June were okay, അതായത് 10th ജൂണിൻ്റെയും ദറ്റ് ഈസ് നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ്. ഓക്കെ, സോ 10th ജൂൺ ആണ് കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ്. ആ ഒരു ഡേറ്റിൻ്റെയും അതുപോലെ തന്നെ 20th ജൂണിൻ്റെയും എന്താണ് റേറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റുകളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഡേറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിഞ്ഞിരിക്കാം. സോ ഏർലിയർ ഫെഡായി റൂൾസ് പ്രകാരം നമ്മൾ സാധാരണ ഗ്രേസ് പീരീഡ് എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. നമ്മളൊരു 3 days ബിൽ ഓഫ് എക്സ്ചേഞ്ച് കേസിലൊക്കെ ഒറിജിനൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫെഡായി റൂൾസ് പ്രകാരം നമ്മളിപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് ഇവിടെ 10th ജൂൺ ആണ് വരുന്നതെങ്കിലും ഓക്കെ
ഏർലിയർ ഫെഡായി റൂൾസ് പ്രകാരം ഒരു 15 ദിവസം വരെ സമയം ഉണ്ടായിരുന്നു. അതായത് ഈവൻ ദോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, വന്ന് ആ ഫോർവേഡ് കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹോണർ ചെയ്യാനായിട്ട് പറ്റും, ഒരു സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 15 ഡേയ്സ് ഗ്രേസ് പീരീഡ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റെഡ്യൂസ് ചെയ്തിട്ട് സബ്സിക്വൻ്റ് ഒരു അമെൻമെൻറ്റിൽ അത് ആ റൂൾസിൽ റെഡ്യൂസ് ചെയ്തിട്ട് എത്ര ആക്കിയിട്ടുണ്ട്, 3 days ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെയിം ക്വസ്റ്റ്യൻ ഇപ്പോൾ സി എയുടെ മെറ്റീരിയൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സി എ ഫൈനലിൻ്റെ. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഈ 10th ജൂൺ കഴിഞ്ഞാൽ ഇവിടെ 20th ജൂണിന് പകരം ഇവിടെ 13 വരുന്നത്, 13th വരുന്നത്. ഓക്കെ, ഇതും സി എയുടെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ പക്ഷേ ഏർലിയർ ഇത് 15 ദിവസം ഉണ്ടായിരുന്ന ഒരു സമയത്തുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ 10th ജൂണും 20th ജൂൺ, അപ്പോൾ ആ ഒരു വിത്തിൻ 15 days ടൈം ലിമിറ്റിൻ്റെ അകത്താണ് ഈ ക്വസ്റ്റ്യൻ നിലവിലിപ്പോൾ ഉള്ളത് അല്ലേ, ഇപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ. ഇനി സി എയുടെ സ്റ്റഡി മെറ്റീരിയൽ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 20ക്ക് പകരം 13th ആയിരിക്കും. ബിക്കോസ് ആഫ്റ്റർ അമെൻമെൻറ്റ് ഈ ഒരു ഗ്രേസ് പീരീഡ് ഫെഡായി റൂൾസ് പ്രകാരം 15ൽ നിന്ന് എത്രയായി കുറച്ചിട്ടുണ്ട്, 3 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ എന്തായാലും 15 ദിവസത്തിൻ്റെ ലോജിക്കലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡേറ്റ് വെച്ച് നമുക്ക് ചെയ്യാം. മനസ്സിലാക്കുക, ആസ് പെർ ലേറ്റസ്റ്റ് റൂള് 3 days ആണ്. ഓക്കെ, ഇനി 15 ദിവസത്തിൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ വരാം, സെറ്റിൽമെന്റ് ഈവൻ ആഫ്റ്റർ എക്സ്പയറി. ഓക്കെ, കോൺട്രാക്ടിന്റെ ഫോർവേഡ് കോൺട്രാക്ടിന്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ടും വിത്തിൻ 15 ഡേയ്സിൽ കസ്റ്റമർക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺട്രാക്ട് സെറ്റിൽമെന്റിലോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ആ ഒരു റൂള് അറിഞ്ഞിരിക്കാം. ഇനി നോക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റുകൾ തരുന്നുണ്ട്. ദാറ്റ് ഈസ് സ്പോട്ട് റേറ്റ്, US$ന്റെ സ്പോട്ട് റേറ്റ് ഓൺ 10th ജൂണിനും 20th ജൂണിനും തരുന്നുണ്ട്. ദെൻ സ്പോട്ട് ജൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജൂൺ മാസം ജനറൽ റേറ്റ് ആണ്. സോ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറയാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ദെൻ ജൂലൈയിൽ, ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ ഫോർവേഡ് കോൺട്രാക്ടിൻ്റെ റേറ്റുകൾ അത് ഏസ് ഓൺ 10th ജൂണും 20th ജൂണിനും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ, നമുക്കത് ഓരോ ഇതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നോക്കാം, എക്സ്ചേഞ്ച് മാർജിൻ 0.1% ആണ്, 0.10% ആണ് എന്ത് വരുന്നത്, എക്സ്ചേഞ്ച് മാർജിൻ വരുന്നത്. എക്സ്ചേഞ്ച് മാർജിൻ ലോജിക്ക് നമുക്കറിയാം, കസ്റ്റമർ എനിക്ക് ഒരു ഫോറിൻ കറൻസി വാങ്ങുകയാണെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഫോറിൻ കറൻസി ബൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ആസ്ക് റേറ്റ് ആണ് യൂസ് ചെയ്യുക അല്ലേ. സോ ആസ്ക് റേറ്റ്, അപ്പോൾ ആസ്ക് റേറ്റ് വരികയാണെങ്കിൽ ആസ്ക് റേറ്റ് പ്ലസ് മാർജിൻ ആണ് വരിക, ആസ്ക് റേറ്റ് പ്ലസ് മാർജിൻ. ഇനി കസ്റ്റമർ ഒരു ഫോറിൻ കറൻസി നോർമലി സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിഡ് റേറ്റ് ആണ് എടുക്കുക. സോ ബിഡ് റേറ്റിൻ്റെ കേസിൽ മൈനസ് കമ്മീഷൻ അല്ലെങ്കിൽ മൈനസ് മാർജിൻ ആണ് വരിക. ഇത് ഓൾറെഡി നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആസ്ക് പ്ലസ് കമ്മീഷൻ അല്ലെങ്കിൽ മാർജിൻ ആണ് വരിക, ആസ്ക് പ്ലസ് ആണ് വരിക. ഓക്കെ, ആസ്ക് ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ബിഡ് മൈനസ് മാർജിൻ അല്ലെങ്കിൽ ബിഡ് മൈനസ് കമ്മീഷൻ ആണ് വരിക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്ലേ ഓഫ് ഫണ്ട് ദാറ്റ് ഈസ് 12%. ദാറ്റ് ഈസ് സംടൈംസ് ഈ ഒരു കസ്റ്റമർ 10th ജൂണിന് അല്ലേ, സോ കോൺട്രാക്ടിൻ്റെ മെച്യൂരിറ്റി വരുന്നത് 10th ജൂണിനാണ്. അപ്പോൾ 10th ജൂണിന് വരേണ്ട കസ്റ്റമർ ആയിരുന്നു, പക്ഷേ കസ്റ്റമറുടെ പ്രശ്നം കൊണ്ട് കസ്റ്റമർ 20th ജൂണിലോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഒരു 10 days ഡിലേ കൊണ്ട് ബാങ്കിന് എന്തെങ്കിലും ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോ ആ ഒരു ഔട്ട്ഫ്ലോയുടെ ഇൻട്രസ്റ്റ് ആര് കൊടുക്കേണ്ടതാണ്, കസ്റ്റമർ കൊടുക്കേണ്ടതാണ്. ബിക്കോസ് കസ്റ്റമറെ കൊണ്ടുണ്ടായ നഷ്ടമാണ്. ഓക്കെ, സോ അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്ലേ ഓഫ് ഫണ്ട് എത്ര തരുന്നത്, 12% കാര്യം പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടർ റിക്വസ്റ്റഡ് ഓൺ 20th ജൂൺ ഫോർ എക്സ്റ്റൻഷൻ ഓഫ് കോൺട്രാക്ട് വിത്ത് ഡ്യൂ ഡേറ്റ് ഓൺ 10th ഓഗസ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കാം, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ കസ്റ്റമർ ഫോർവേഡ് കോൺട്രാക്ട് വെച്ച് കറക്റ്റ് ഡ്യൂ ഡേറ്റിന് എന്ത് ചെയ്യുന്നു, കറക്റ്റ് വന്നിട്ട് ഹോണർ ചെയ്യുന്നു, സെറ്റിൽമെന്റ് ചെയ്യുന്നു. മാർക്കറ്റിൽ 90% ഓഫ് ദ കേസുകളിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഓക്കെ, സോ കാരണം നമുക്കറിയാം നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ എന്ത് ചെയ്യാറില്ല, നടക്കാറില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നമ്മൾ ഇന്ന ഡേറ്റിൽ ഫണ്ട് കിട്ടും, ഇന്ന ഡേറ്റിൽ അതൊക്കെ നമ്മൾ വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ അത് നടക്കാറില്ല അല്ലേ. അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടറേയും എക്സ്പോർട്ടറേയും കേസിൽ അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഫണ്ടൊക്കെ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആക്ച്വൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സെറ്റിൽമെന്റ് ഡേറ്റിൽ വിചാരിച്ച പോലെ ഫണ്ട് എന്തെന്നില്ല അവൈലബിൾ ആവണമെന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ എക്സ്പോർട്ടർക്കാണെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് ഫോറിൻ കറൻസി കറക്റ്റ് സമയത്ത് അങ്ങനെ കിട്ടണമെന്നില്ല. ഇമ്പോർട്ടർക്കാണെങ്കിൽ അത് ഫോറിൻ കറൻസി പേ ചെയ്യാനുള്ള ഇന്ത്യൻ റുപ്പി എന്നല്ല കറക്റ്റ് സമയത്ത് അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഫോർവേഡ് കോൺട്രാക്ട് പറഞ്ഞ ഡേറ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ പറഞ്ഞ ഡേറ്റിൽ നമ്മൾ ബാങ്കിൽ പോകണമെന്നല്ല. ഇവിടുത്തെ കസ്റ്റമർ അതുപോലെയാണ്. ദാറ്റ് ഈസ് 10th ജൂണിനാണ് കോൺട്രാക്ട് സെറ്റിൽമെന്റ് പറഞ്ഞിരുന്നത്. 10th ജൂണിന് അദ്ദേഹം ബാങ്കിൽ പോയേ ഇല്ല. ഓക്കെ, സോ സെറ്റിൽമെന്റ് ഡേറ്റിൽ ബാങ്കിൽ പോയില്ല. അദ്ദേഹം എന്നാണ് പോകുന്നത്, അദ്ദേഹം പോകുന്നത് ഇമ്പോർട്ടർ റിക്വസ്റ്റ് ചെയ്യുന്നത് തന്നെ 20th ജൂണിനാണ്. ദാറ്റ് ഈസ് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണ്.
ഓക്കെ. സോ ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് അഥവാ ആഫ്റ്റർ മെച്യൂരിറ്റി കഴിഞ്ഞ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടർ എന്ത് ചെയ്യുന്നത്, റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്ത് റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്? സോ ഓൾറെഡി കോൺട്രാക്ടിന്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞു അല്ലേ, എന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് പറയാണ് സോ എനിക്ക് എന്ത് ചെയ്യണം, ഒരു 1 മന്തും കൂടെ, എൻ്റെ കയ്യിൽ ഫണ്ട് റെഡി ആയിട്ടില്ല, ദെർഫോർ ഒരു 1 മന്തും കൂടെ എക്സ്റ്റൻഷൻ എനിക്ക് വേണം. നമുക്കൊരു 10th ഓഗസ്റ്റിന് ഓക്കെ 10th ഓഗസ്റ്റിന്റെ ഫോർവേഡ് റേറ്റിൽ എന്ത് ചെയ്യുക, സെറ്റിൽമെന്റ് ചെയ്യാന്നാണ് പറയുന്നത്. എന്നാണ് പറയുന്നത്? 20th ജൂണിനാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഫെഡായ റൂൾസ് അനുസരിച്ച് നമ്മുടെ റേറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ സോ 0.0025 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ഫോർ റേറ്റ് റൗണ്ടഡ് ഓഫ് ടു 4 ഡെസിമൽ ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 0.0025. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ 4 ഡിജിറ്റ് ഓക്കെ 4 ഡെസിമൽസ് എടുക്കുമ്പോൾ പോയിന്റ് ശേഷം 4 ഡെസിമൽസ് എടുക്കുമ്പോൾ ലാസ്റ്റത്തെ 2 നമ്പേഴ്സ് എങ്ങനെയായിരിക്കണം, 25 50 75 അല്ലെങ്കിൽ 100ന്റെ 00. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 25ന്റെ 0.0025ന്റെ റൗണ്ടഡ് ഓഫിൽ ആയിരിക്കണം എന്ത് ചെയ്യണം, നിയറസ്റ്റ് ഇതിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഓൺ 10th ജൂൺ ബാങ്ക് സ്വാപ്പ് ബൈ സെല്ലിംഗ് സ്പോട്ട് ആൻഡ് ബൈങ് 1 മന്ത് ഫോർവേഡ്. ഓക്കെ, സോ നോർമലി പറഞ്ഞിരുന്നു ഈവൻ ദോ മെച്യൂരിറ്റി ഡേറ്റിൽ കസ്റ്റമർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഫെഡായ റൂൾസ് അനുസരിച്ച് എന്ത് ചെയ്യണം, ബാങ്ക് എന്ത് ചെയ്യണം, കസ്റ്റമറെ വെയിറ്റ് ചെയ്യണം. ഒരു 15 ദിവസം വരെ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് സെറ്റിൽമെന്റിനുള്ള ടൈം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെഡായി പറയുന്നത് നിങ്ങൾ കസ്റ്റമർ 15 ദിവസം വരെ ഉള്ളിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിൽമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 10th ജൂണിന് അല്ലേ, കാരണം നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്റർ ബാങ്ക് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 64.28ന് 10th ജൂണിൽ നമ്മൾ എന്ത് ചെയ്യാണ്ട് ബൈ ചെയ്യാം. നിങ്ങൾ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ച് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ അത്ര ഈസി ഒന്നുമല്ല, പലപ്പോഴും സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ സിമ്പിളായിട്ട് ആ ലോജിക്കലി ഒന്ന് കോമൺ സെൻസ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ കുറച്ച് കോമൺ സെൻസ് എന്ത് അപ്ലൈ ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. സോ നമ്മൾ എന്താണ് നമ്മളെ പൊസിഷൻ, ബാങ്കിന്റെ പൊസിഷൻ എന്ന് ആലോചിക്കുക. ബാങ്ക് ഓൾറെഡി കസ്റ്റമറോട് 64.4 സെല് ചെയ്യാൻ അങ്ങോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ ബാങ്ക് തന്നെ ഓൾറെഡി മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ 64.28 എന്ത് ചെയ്യാം, നിന്റെ നിന്ന് വാങ്ങിക്കാം എന്ന്. അപ്പൊ ഇന്റർ ബാങ്ക് മാർക്കറ്റ് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് 64.28 വാങ്ങിക്കാം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും 10ാം തീയതി ജൂൺ 10ന് കസ്റ്റമർ വന്നാലും ഇല്ലെങ്കിലും ഈ ഒരു സൈഡ് കോൺട്രാക്ടിന്റെ ഈ ഒരു സൈഡ് ഇന്റർ ബാങ്ക് മാർക്കറ്റിലെ ഈ ഒരു സൈഡ് എന്തിനാ ബാങ്കിന് നിർബന്ധമായിട്ടും സെറ്റിൽ ചെയ്തേ പറ്റൂ. മാത്രമല്ല ഫെഡായ റൂൾ അനുസരിച്ച് 15 ദിവസം വരെ വെയിറ്റ് ചെയ്യണം അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ബാങ്ക് എന്ത് ചെയ്യാണ്, ഒരു സ്വാപ്പ് ചെയ്യണം. നോക്കുക, ഓൺ 10th ജൂൺ ബാങ്ക് സ്വാപ്പ് ബൈ സെല്ലിംഗ് സ്പോട്ട് ആൻഡ് ബൈങ് 1 മന്ത് ഫോർവേഡ്. അതായത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഒരു 1 മന്ത് ഫോർവേഡ് കോൺട്രാക്ട് ഒക്കെ എടുക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, സ്വാപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്വാപ്പ് എന്നുള്ളത് നമ്മൾ പഠിക്കും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ അത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യണം, കാരണം 15 ഡേയ്സ് ടൈം ഉണ്ട്. അപ്പോൾ 10th ജൂൺ കഴിഞ്ഞാലും ഫെഡായ റൂൾ അനുസരിച്ച് 15 ദിവസത്തിൽ കസ്റ്റമർ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, ഇനിയും $1 lakh $2 lakh ചോദിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യാണ്, ഒരു 1 മന്ത് ഫോർവേഡ് കോൺട്രാക്റ്റും കൂടെ എടുക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ റേറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ റേറ്റ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകുന്നതിനൊക്കെ മുമ്പ് ഇവിടുത്തെ സ്റ്റോറി ഒന്ന് നോക്കാം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ബാങ്ക് കവേർഡ് ഇസ് പൊസിഷൻ 64.28 അല്ലേ. സോ 64.28 എന്ത് ചെയ്തു, ബാങ്ക് ബൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മറ്റൊരു ബാങ്കിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവർ പറയും 10ാം തീയതി ആകുമ്പോൾ മറ്റേ ബാങ്ക് വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഇന്ന് 64.28 വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, 64.28 വാങ്ങിക്കാനായിട്ട് പറയും. എന്ന് പറയും 10th ജൂണിന് പറയും. സ്വാഭാവികമായിട്ട് ബാങ്ക് വാങ്ങേണ്ടി വരും. സോ ബാങ്ക് 64.28 എന്ന് വാങ്ങിക്കും. ശരിക്കും ഡേറ്റും കൂടി ആലോചിക്കുക. നിങ്ങൾ 10ാം തീയതി ജൂൺ 10ന്റെ പൊസിഷൻ ആലോചിക്കുക. ബാങ്ക് $2 lakh മറ്റു ബാങ്കിന്റെ കയ്യിൽ നിന്ന് 64.28 വാങ്ങുന്നു. ഇപ്പൊ കയ്യിൽ എത്ര ഇരിക്കുന്നുണ്ട്, $2 lakh ഇരിക്കുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചിരിക്കാൻ പറ്റില്ല, ഹൈ റിസ്ക് ആണ്. ഓക്കെ, സോ $US കയ്യിൽ വെച്ചിരിക്കാൻ പറ്റില്ല, ബാങ്കിന് ഹൈ റിസ്ക് ആണ്. ബാങ്ക് പറഞ്ഞാൽ ഇന്നൊക്കെ തന്നെ ഇത് ഒഴിവാക്കാണ്. സോ ഇന്നൊക്കെ തന്നെ ഒഴിവാക്കാൻ മീൻസ് 10th ജൂൺ നമ്മൾ ഒഴിവാക്കാണ്. അന്നത്തെ റേറ്റിൽ എന്ത് ചെയ്യുക, സെല് ചെയ്യുക അല്ലെ. സോ ബാങ്ക് ഇവിടെ സെല് ചെയ്യാനല്ലേ പോകുന്നത്. സോ ബാങ്ക് ഇന്റർ മാർക്കറ്റ്, അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചുള്ള മാർജിൻ എമൗണ്ട് അങ്ങനെ വരില്ല. സോ കസ്റ്റമർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിലാണ് നമുക്ക് മാർജിൻ എമൗണ്ട് വരാം. സോ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പോട്ട് റേറ്റിൽ തന്നെ എന്ത് ചെയ്യാണ്, ആ ഡോളർ എന്ത് ചെയ്യണം, അങ്ങോട്ട് സെല് ചെയ്ത് തീർക്കുകയാണ്. ഓക്കെ, സോ ഇന്നത്തെ സ്പോട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ 10th ജൂണിന്റെ സ്പോട്ട് റേറ്റ് അത് എത്രയാണ്, 63.8ഉം 63.82ഉം അല്ലെ. ഇതിൽ ഏത് റേറ്റ് അപ്ലൈ ചെയ്യാൻ ബാങ്ക് സെല്ലല്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ ബാങ്ക് സെല് ചെയ്യാന്ന് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, ബാങ്ക് സെല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്ക് ആസ് എ കസ്റ്റമർ മറ്റൊരു ബാങ്കിന് സെല് ചെയ്യാനല്ലേ പോകുന്നത്. മനസ്സിലാക്കട്ടെ, കുറച്ച് ചിന്തിക്കാനുണ്ട്, ശ്രദ്ധിക്കുക. സോ ബാങ്ക് 64.28 മറ്റൊരാളെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചു.
എന്നിട്ട് ബാങ്ക് ഇവിടെ എന്ത് ചെയ്യാണ്, സെല്ല് ചെയ്യാണ്. ഇത് കസ്റ്റമർക്ക് സെല്ല് ചെയ്യുന്ന ആ സെല്ലിങ് അല്ല, കസ്റ്റമർക്ക് ബാങ്ക് സെല്ല് ചെയ്യുമ്പോൾ ആസ്ക് റേറ്റിൽ കൊടുക്കുന്നത് അല്ലേ. സോ ഇവിടെ ബാങ്കാണ് കസ്റ്റമർ, ബാങ്ക് എന്നിട്ട് എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഓക്കെ ബാങ്കാണ് കസ്റ്റമർ. അങ്ങനെയാണെങ്കിൽ ഏത് റേറ്റ് ആണ് വരിക, ബിഡ് റേറ്റ് അല്ലേ വരിക. സോ ബിഡ് റേറ്റ് എത്രയാണ്, 63.8 ആണ് വരിക അല്ലേ, ബേസ് ഓൺ 10th ജൂൺ. സോ നമ്മൾ ഒരാൾ $1 വിൽക്കേണ്ട റേറ്റ് എത്രയാണ്, 63.8 ആണ്. therefore 64.28 വാങ്ങിച്ച ഓരോ ഡോളറും ബാങ്ക് 63.8 എന്തെങ്കിലും സെല്ല് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അത് നിർബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതൊന്നാമത്തെ സെറ്റിൽമെന്റ്. ഓക്കെ, നമ്മൾ ഇന്റർ ബാങ്കിൽ എടുത്ത ആ ഒരു കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ? ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്ക്. 64.28 ബാങ്ക് വാങ്ങാന്ന് പറഞ്ഞിരുന്നു. സോ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യേണ്ടി വരും, സെറ്റിൽമെന്റ് ചെയ്യേണ്ടി വരും. 64.28 വാങ്ങിച്ചു, ഇപ്പൊ കയ്യിൽ ഡോളർ ഇരിക്കുന്നുണ്ട്. ഇതിനിപ്പോ കസ്റ്റമർ വന്നിട്ടുണ്ടോ, കസ്റ്റമർ വന്ന് അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക 64.4 കൊടുക്കുക. പക്ഷെ ഇപ്പോൾ 64.4 കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചേക്കാണ്. 10ാം തീയതി ആയി, ഉച്ചയായിട്ടും ആളെ കാണുന്നില്ല, 4 മണിയായിട്ട് ആളെ കാണുന്നില്ല, 5 മണിയായിട്ട് ആളെ കാണുന്നില്ല, വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. സോ ഒരു രക്ഷയില്ല. therefore നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആൾ വരില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ $2 lakhs കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുമോ, ഇല്ല. therefore നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ റേറ്റിൽ ഞങ്ങൾ എന്ത് ചെയ്യും, സെല് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ ആലോചിച്ചാൽ മതി. therefore 63.8 എന്ന് പറയുന്ന ബിഡ് റേറ്റിലാണ് എന്ത് ചെയ്യുക, ബാങ്ക് സെല് ചെയ്യുക, മാർക്കറ്റിൽ സെല് ചെയ്യുക. ഓക്കെ, അതുവഴി ബാങ്കിന് ലോസ് അടിക്കൂലേ. 64.28 63.8 തമ്മിലുള്ള ഡിഫറൻസ് ബാങ്കിന് എന്തടിക്കും, ലോസ് അടിക്കും. ഓക്കെ, യെസ്. ഇനി ഫെഡായി റൂൾസ് അനുസരിച്ച് ശ്രദ്ധിക്കുക, ഫെഡായി റൂൾസ് അനുസരിച്ച് കസ്റ്റമർ ഇനിയും എന്തിന് വരാനുള്ള സമയമുണ്ട്. എത്ര നാൾ വരെ, 15 ദിവസം അല്ല. ലേറ്റസ്റ്റ് റൂൾ 3 days ആണ്. ഞാൻ പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ സമയത്ത് 15 ദിവസം വരെ കസ്റ്റമർക്ക് എന്തുണ്ട്, സമയമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു കോൺട്രാക്ട് ഫോർവേഡ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബാങ്ക് ആലോചിക്കുന്നത്, ഞാനിപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഡോളർ സെല് ചെയ്തല്ലോ. ഓക്കെ, സോ കയ്യിലുണ്ടായിരുന്ന ഡോളർ എന്ത് ചെയ്തു, സെല് ചെയ്തു. ഇനി നാളെ കസ്റ്റമർ, ഇപ്പോൾ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റമർ വന്നാലോ, കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തില്ല, ഡോളർ ഇല്ല. എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ $2 lakhs വേണ്ടേ, $2 lakhs ഇല്ല. ഇനി $2 lakhs ഇല്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ട് സെറ്റിൽ ചെയ്തു. മറ്റൊരു ബാങ്കിന്റെ 64.28 വാങ്ങാമെന്നുള്ള കോൺട്രാക്ട് അത് സെറ്റിൽമെന്റ് കഴിഞ്ഞതുമാണ്. ഇനി നിലവിൽ ബാങ്കിന്റെ കയ്യിൽ എന്തില്ല, പർച്ചേസ് കോൺട്രാക്ട് ഇല്ല. ഓൺലി കസ്റ്റമർക്ക് സെല് ചെയ്യാം എന്നുള്ള കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നാളെ കസ്റ്റമർ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാനായിട്ട് നമ്മളതിൽ എന്തില്ല, ഡോളർ ഇല്ല. ആ ബാങ്ക് എന്ത് ചെയ്യാണ്, സോ ഒരു 1 month ദാറ്റ് ഈസ് സ്പോട്ട് ജൂൺ, ഈ ഒരു ഡേറ്റിന്റെ റെലവൻസ് അതാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ തന്നെ സപ്പോസ് ഈ ഒരു ഗ്രേസ് പീരീഡിനുള്ളിൽ ആര് വരികയാണെങ്കിൽ, കസ്റ്റമർ വരികയാണെങ്കിൽ അവനക്ക് എന്ത് ചെയ്യണം, ഡോളർ കൊടുക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി എന്താണ് ബാങ്ക് എന്ത് ചെയ്യാണ്, കസ്റ്റമർക്ക് കൊടുക്കാൻ എന്ത് ചെയ്യാണ്, US ഡോളർ എന്ത് ചെയ്യാണ്, ഈ 10th ജൂണിന് തന്നെ എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, സോ ബൈ ചെയ്യാണ്. സോ ബാങ്ക് ബൈ ചെയ്യുന്നത്, ബാങ്ക് കസ്റ്റമറിൽ നിന്ന് ബൈ ചെയ്യല്ല, ബാങ്ക് മാർക്കറ്റ് ഇന്റർ ബാങ്ക് മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യുന്ന ഏത് റേറ്റിലായിരിക്കും, ആസ്ക് റേറ്റിലായിരിക്കും. therefore ബാങ്ക് വിൽ ബൈ അറ്റ് സ്പോട്ട് ജൂൺ എന്നുള്ള ഈ ഒരു ഡേറ്റിന്റെ റെലവൻസ് ഇതാണ്. സോ വൺസ് ഇന്റർ ബാങ്കിലെ ഈ ഒരു കോൺട്രാക്ട് സെറ്റിൽമെന്റ് ചെയ്തതിന് ശേഷം 64.28 വാങ്ങിച്ചിട്ട് ഉടനടി നമ്മൾ 63.8 എന്ത് ചെയ്യും, സെല് ചെയ്തിട്ട് ഡോളർ അവസാനിപ്പിക്കും, കയ്യിലുള്ള ഡോളർ എന്ത് ചെയ്യും, അവസാനിപ്പിക്കും. എന്നിട്ട് അതിനുശേഷം കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യും, വീണ്ടും ഒരു പർച്ചേസ് കോൺട്രാക്ട് എടുക്കും ഇന്റർ ബാങ്ക് മാർക്കറ്റിൽ. ദാറ്റ് സ്പോട്ട് ജൂൺ എന്നുള്ള റേറ്റിൽ 63.92 ഉണ്ട്, 95 ഉണ്ട്. ഏതെടുക്കണം, സോ ബാങ്ക് പർച്ചേസ് ചെയ്യാണ് ആരിൽ നിന്ന്, മറ്റൊരു ബാങ്കിന്റെ അല്ലേ. therefore ബാങ്ക് കസ്റ്റമർ ബാങ്ക് ബൈ ചെയ്യുകയാണെങ്കിൽ ഏത് റേറ്റ് ആയിരിക്കും, ആസ്ക് റേറ്റ് ആയിരിക്കും. therefore 63.95 എന്നുള്ള റേറ്റിൽ 63.95 എന്നുള്ള റേറ്റിൽ നമ്മൾ 10th ജൂൺ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും, ബാങ്ക് പർച്ചേസ് ചെയ്ത് വെക്കും. ഓക്കെ, ഇതാണ് ബാങ്കിന്റെ 10th ജൂണിൽ നടക്കുന്ന ആക്ടിവിറ്റി. എന്തൊക്കെയാണ്, ഒന്ന് ആദ്യം 64.28 ആരിൽ നിന്ന് വാങ്ങും, ബാങ്ക് ബിയുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നിട്ട് കയ്യിൽ കിട്ടിയ ഡോളർ എന്ത് ചെയ്യും, 63.8 വിൽക്കും. വേറെ രക്ഷയില്ല. ഇനി അതിനുശേഷം ഓക്കെ കസ്റ്റമർ ഇനിയും 15 ദിവസത്തിൽ വരാൻ സാധ്യത ഉണ്ടല്ലോ. സോ കസ്റ്റമർക്ക് വേണ്ടി ഒരു $2 lakh വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ഇന്റർ ബാങ്ക് മാർക്കറ്റിൽ നിന്ന് 10th ജൂണിൽ തന്നെ 63.95 നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. ഓക്കെ, ഇതാണ് 10th ജൂണിൽ സംഭവിക്കുന്നത്. ഇനി എവിടം വരെ വെയിറ്റ് ചെയ്യണം, കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഗ്രേസ് പീരീഡിനുള്ളിൽ വരുമോ ഇല്ലയെന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഈ പറയുന്നത് കസ്റ്റമർ എന്ന് വരാണ്, 20th ജൂണിന് വരാണ്, വിച്ച് ഈസ് വിത്തിൻ ദ ഗ്രേസ് പീരീഡ്. സോ അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ വരുമ്പോൾ ബാക്കി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കസ്റ്റമർ റേറ്റ് ആണ്. കസ്റ്റമർ വിത്തിൻ ദ ഗ്രേസ് പീരീഡിനകത്താണോ വന്നത്, അതെ അല്ലേ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ക്യാൻസലേഷൻ റേറ്റ്. നമ്മൾ ക്യാൻസലേഷൻ്റെ കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ക്യാൻസലേഷൻ്റെ കോൺസെപ്റ്റ്, നമ്മൾ ക്യാൻസലേഷനിൽ പഠിച്ചിട്ടുള്ളത് റിവേഴ്സ് കോൺട്രാക്ട് എടുക്കുക എന്നുള്ളതാണ് അല്ലേ. സോ റിവേഴ്സ് കോൺട്രാക്ട് എടുക്കുക. സോ കസ്റ്റമർ നേരം വൈകിട്ട് വരികയാണ്, എന്നിട്ട് 20ാം തീയതി വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇന്ന് വേണ്ട, ഡോളർ വേണ്ട, എനിക്ക് എന്ന് മതി, 10ാം തീയതി ഓഗസ്റ്റ് വരെ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് ഡോളർ വേണ്ട എന്ന് പറയുമ്പോൾ ബാങ്ക് പറഞ്ഞാൽ അത് ശരിയാവില്ല.
ഓക്കെ, ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വരുന്നത്, പക്ഷേ വിത്തിൻ ദ ഇതാണ് ഗ്രേസ് പീരീഡിൻ്റെ അകത്താണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, $64.4 സെല് ചെയ്യാന്ന് പറഞ്ഞതല്ലേ. സോ 64.4 ഓരോ ഡോളർ എന്ത് ചെയ്യുക അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഡോളർ എടുക്ക്. സോ ഡോളർ എടുക്ക്, ഞങ്ങൾ എന്ത് ചെയ്യാം 64 ഓരോ ഡോളർ ഞങ്ങൾ എന്ത് ചെയ്യാം അങ്ങോട്ട് 64.4 സെല് ചെയ്യാം. നിങ്ങൾ പൈസ ഇന്ത്യ റുപ്പി എടുക്കാൻ പറയാണ്. ഇങ്ങോട്ട് ഒരു ഡോളറിന് എത്ര വെച്ച് 64.4 ഇങ്ങോട്ട് തായോ, ഞങ്ങൾ എന്ത് ചെയ്യാം അങ്ങോട്ട് ഡോളർ തരാമെന്ന് പറയാണ്. അപ്പോൾ കസ്റ്റമർ പറയാം ഇല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനിപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് 10 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയാണ്. ഭയങ്കര നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എടുക്കണം, റിവേഴ്സ് കോൺട്രാക്ട് എടുക്കണം. ഇവിടെ ഓൾറെഡി മെച്യൂരിറ്റി കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സ്പോട്ടിൻ്റെ അന്നത്തെ എന്ത് ചെയ്യുക, അന്നത്തെ റേറ്റിൽ എന്ത് ചെയ്യുക റിവേഴ്സ് കോൺട്രാക്ട് എടുക്കുക. നന്നായി ശ്രദ്ധിക്കുക. ഒറിജിനലി കസ്റ്റമർ എന്താ പറയുന്നത്, കസ്റ്റമർ ഒറിജിനലി പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാം നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാം, ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. ഏത് റേറ്റിൽ 64.4 ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. ഇപ്പോൾ റിവേഴ്സ് കോൺട്രാക്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, കസ്റ്റമർ ബാങ്കിന് വിൽക്കണം. സോ കസ്റ്റമർ ബാങ്കിന് വിൽക്കണം. ഏത് റേറ്റിൽ വിൽക്കണം, ബിഡ് റേറ്റിൽ വിൽക്കണം. സോ കസ്റ്റമർ ബാങ്കിന് ബിഡ് റേറ്റിൽ വിൽക്കണം. സോ എന്നാണ് 20th ജൂണിലല്ലേ കസ്റ്റമർ വരുന്നത്, നന്നായി ചിന്തിക്കാട്ടോ. ഓക്കെ, സോ 20th ജൂണിലാണ് കസ്റ്റമർ വരുന്നത്. കസ്റ്റമർ എന്നിട്ട് പറയാണ് ഞാൻ ഇന്ന് ക്യാൻസൽ ചെയ്യാണ്, ഒരു രക്ഷയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് എനിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തായോ. സോ ക്യാൻസൽ ചെയ്യും. സോ സ്പോട്ട് റേറ്റിൽ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. എന്ന് 20th ജൂണിന് ബിഡും ഉണ്ട് ആസ്കും ഉണ്ട് അല്ലേ. ഏതെടുക്കണം, ബിഡ് എടുക്കണോ ആസ്ക് എടുക്കണോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. കസ്റ്റമർ ഒറിജിനൽ കോൺട്രാക്ട് കസ്റ്റമർ എന്തിനായിരുന്നു, ടു ബൈ USD അല്ലേ, ടു ബൈ USD ഒറിജിനൽ കോൺട്രാക്ട്, ബിക്കോസ് ഈസ് എൻ ഇമ്പോർട്ടർ. ഓക്കെ, സോ ഒറിജിനൽ കോൺട്രാക്ട് ടു ബൈ $. അപ്പം പിന്നെ റിവേഴ്സ് കോൺട്രാക്ട് ടു സെൽ $, ടു സെൽ $. സെൽ ചെയ്യേണ്ടത് ഏത് റേറ്റിലാണ്, 63.68 എന്ന് പറയുന്ന ബിഡ് റേറ്റിലാണ്. 63.68 എന്ന് പറയുന്ന ബിഡ് റേറ്റിലാണ്. ദെർഫോർ കസ്റ്റമർ എന്ത് ചെയ്യുക, സെൽ ചെയ്യുക 63.68 സെൽ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, ഈ ഒരു ട്രാൻസാക്ഷൻ ആരൊക്കെ തമ്മിലാണ്, ബാങ്കും കസ്റ്റമറും അല്ലേ. ദെർഫോർ മാർജിൻ അപ്ലിക്കബിൾ അല്ലേ. എത്രയാണ് മാർജിൻ, 0.1% എന്നാണ് മാർജിൻ അപ്ലിക്കബിൾ ആണ്. ദെർഫോർ ബിഡ് റേറ്റ് ആണ് നമ്മൾ റെലവൻറ്റ് റേറ്റ്. ബിഡ് റേറ്റ് ആണെങ്കിൽ മാർജിൻ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ, അപ്പോൾ പഠിച്ചിട്ടുണ്ട്. റെലവൻറ്റ് റേറ്റ് ആസ്ക് ആണെങ്കിൽ ആസ്ക് പ്ലസ് എന്താണ് കമ്മീഷനാണ്. റെലവൻറ്റ് റേറ്റ് ബിഡ് ആണെങ്കിൽ ബിഡ് മൈനസ് കമ്മീഷനാണ് അല്ലേ. ദെർഫോർ 63.68 എന്ന് പറയുന്ന ഈ ഒരു റേറ്റിൽ നമ്മൾ എന്തിനാണ് കമ്മീഷൻ മൈനസ് ചെയ്യേണ്ടത്. Therefore 63.68 okay 63.68 minus 0.1% which is equal to 63.6163 എന്നുള്ള റേറ്റ് കിട്ടും അല്ലേ. ഓക്കെ 63.6163 എന്നുള്ള റേറ്റ് കിട്ടും. ഓക്കെ, ഇനി ഫെഡായി റൂൾസ് അനുസരിച്ച് നമ്മൾ ലാസ്റ്റത്തെ ഡെസിമൽസ് എന്തിനാം 0.0025 എന്തിനാം റൗണ്ട് ചെയ്യേണ്ടതാണ്. ദെർഫോർ നമ്മൾ ഇതിനെന്തിനാം 63.61 ലാസ്റ്റത്തെ 63 എന്നുള്ളത് എന്തിനാ നിയറസ്റ്റ് 25 എന്ന് പറയുമ്പോൾ നമുക്ക് നിയറസ്റ്റ് 25 75 അല്ലേ ഒരു. ഓക്കെ, ദെർഫോർ 75. ഓക്കെ, സോ 63.6175 എന്നുള്ള റേറ്റിലോട്ട് നമ്മൾ എന്തിനും കൺവേർട്ട് ചെയ്യും. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ പൊസിഷൻ ഓക്കെയാണ്, കറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. കസ്റ്റമർ വരുന്നു എന്ന് വരുന്നു 20 ജൂൺ വരുന്നു പറയാണ്, എൻ്റെ ഒറിജിനൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. ഒറിജിനൽ കോൺട്രാക്റ്റിൽ ഞാൻ നിങ്ങളിൽ നിന്ന് എത്ര രൂപക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്, 64.4 വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈനസ്, കാരണം ഇത് ഓൾറെഡി മാർജിൻ അടക്കം ഫിക്സഡ് റേറ്റ് ആണ്. ഇനി ഇതിൽ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, 64.4 ഫിക്സഡ് റേറ്റ് ആണ്. ഇനി മൈനസ്, ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് നിങ്ങൾക്ക് എന്നെ വിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, കാരണം എനിക്കത് വാങ്ങാൻ പൈസ ഇല്ല, ഞാൻ നിങ്ങളായിട്ട് സെറ്റിൽ ചെയ്യാം. ഓക്കെ, സോ ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ റിവേഴ്സ് കോൺട്രാക്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഒറിജിനലി എൻ്റെ കോൺട്രാക്ട് ടു ബൈ USD ആയിരുന്നു, ഞാനിപ്പോൾ ടു സെൽ USD ആസ് ഓൺ ദിസ് ഡേറ്റ്, ഞാൻ വന്ന ഈ ദിവസം. ഓക്കെ, അപ്പോൾ 63.68 എടുക്കുക, അതിൻ്റെ എന്ത് ചെയ്യുക മാർജിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഫക്റ്റീവ് റേറ്റ് എടുക്കുക. ഫോർ 63.6175 എന്നുള്ള റേറ്റ് ആണ് വരാം. സോ ദിസ് വിൽ ബി യുവർ ക്യാൻസലേഷൻ റേറ്റ്. ഓക്കെ അല്ലേ. So 63.6175 will be your cancellation rate. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി നോക്കുക, ക്യാൻസലേഷൻ റേറ്റ് എത്രയാണ് നോക്കുക, ആൻസർ നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ ഫോർവേഡ് സെയിൽ കോൺട്രാക്ട് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും അറ്റ് ദ സ്പോട്ട് പർച്ചേസ് റേറ്റിൽ ഓൺ പ്രിവൈലിംഗ് ഓൺ ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ. അതായത് കസ്റ്റമർ വരുന്ന ദിവസം, ദാറ്റ് ഈസ് 20th ജൂണിൽ. അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് അന്ന് മാർക്കറ്റിൽ കസ്റ്റമർ സെൽ ചെയ്യുന്നത് 63.68 എന്ന് പറയുന്ന ബിഡ് റേറ്റ്. പക്ഷെ ബിഡ് ആയതുകൊണ്ട് മൈനസ് മാർജിൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മൈനസ് 63.6163 കിട്ടും. ഈ 63.6163 നമ്മൾ നിയറസ്റ്റ് 25 റൗണ്ട് ചെയ്യുമ്പോൾ 63.6175 ഓക്കെ 63.6175 എന്നുള്ള റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് ക്യാൻസലേഷൻ നടക്കുന്നത്. ഓക്കെ, സോ കോൺസെപ്ച്വലി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടു സീൻ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്.
അപ്പോൾ അത് ഓക്കെ. ഇനി രണ്ടാമത്, വാട്ട് ഈസ് ദ എമൗണ്ട് പേയബിൾ ഓൺ $2 lakhs? ദാറ്റ് ഈസ് ഒറിജിനൽ കോൺട്രാക്ട് എത്രയായിരുന്നു? $2 lakhs അല്ലേ? സോ നമ്മളിപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത് $1 എക്സ്ചേഞ്ച് റേറ്റ് ആണ്. Then what is the amount payable? What is the amount payable by the customer on $2 lakh? അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ ഒന്ന് ആലോചിക്കുക. കസ്റ്റമർക്ക് നഷ്ടമാണ് അല്ലേ? ഒന്ന് ആലോചിക്കുക. കസ്റ്റമർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ബാങ്കിന്റെ കയ്യിൽ നിന്ന് 64.4 വാങ്ങിച്ചിട്ട് ബാങ്കിന് തന്നെ തിരിച്ച് 63.6175 വിൽക്കുന്നു. അപ്പോൾ വാങ്ങിയ വിലയാണോ വിൽക്കുന്ന വിലയാണോ കൂടുതലും കുറവെന്ന് ആലോചിക്കുക. വാങ്ങിയ വില എത്രയാണ്? 64.4, വിൽക്കുന്നത് 63.61 അല്ലേ? സോ വാങ്ങിയത് കൂടുതൽ, സോ പർച്ചേസ് പ്രൈസ് കൂടുതൽ. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് പ്രൈസ് കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് കുറവാണ്. therefore there will be a loss അല്ലേ? സോ എത്ര ലോസ് ഉണ്ടാവും? സോ ലോസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ശരിക്കും എക്സ്ചേഞ്ച് റേറ്റ് 63.6163 ആണ് വരിക അല്ലേ? സോ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാൻ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് റേറ്റ്. therefore നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 63.6175. അപ്പം ഞാനിവിടെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞ റൗണ്ട് ഓഫിൻ്റെ റൂള് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലോസ് എടുക്കുന്നത്. സോ 64.4 മൈനസ് 63.6175 എന്നുള്ള ആ ഒരു റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ലോസ് വരുന്നത് 0.7825 ഓക്കെ ഓരോ $. മൾട്ടിപ്ലൈഡ് ബൈ $2 ലക്ഷം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലോസ് വരുന്നത് ദാറ്റ് ഈസ് എത്ര? 1,56,500 രൂപയാണ് ഇതിന് എന്ത് വരാം? ലോസ് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1,56,500 ആണ് ആക്ച്വലി എന്ത് വരുന്നുണ്ട്? ലോസ് വരേണ്ടത്. ബിക്കോസ് ഇവർ ഈ പറഞ്ഞ ഇതനുസരിച്ച് ഓക്കെ. അതല്ല, ഇവർ ആക്ച്വൽ റേറ്റ് റൗണ്ട് ഓഫ് ചെയ്യാത്ത റേറ്റ് എടുക്കുകയാണെങ്കിൽ ലോസ് വിൽ ബി 64.40 മൈനസ് 63.6163 മൾട്ടിപ്ലൈഡ് ബൈ 2 lakhs ചെയ്യുകയാണെങ്കിൽ ഓക്കെ. സോ 64.4 മൈനസ് 63.6163 ഡിഫറൻസ് എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ $2 lakhs കംസ് ടു 1,56,740 എന്നുള്ള ആൻസറാണ് വരിക. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതനുസരിച്ച് ആൻസർ വരേണ്ടത് എത്രയാണ്? 1,56,500 ആണ് ആൻസർ വരേണ്ടത്. പക്ഷെ ഇവർ നോക്കുക ആൻസർ എങ്ങനെ കൊടുത്തിട്ടുള്ളത് നോക്കുക. സോ എമൗണ്ട് പേ ഇവർ ഓൾറെഡി റൗണ്ടഡ് ഓഫ് എന്നുള്ള ഇവിടെ കൊടുക്കുന്നുണ്ട് 63.6175 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, തൊട്ട് താഴെ എമൗണ്ട് പേയബിൾ ഓൺ $2 lakhs എന്ന് പറഞ്ഞിട്ട് ബാങ്ക് സെൽ അറ്റ് 64.40, ബാങ്ക് ബൈ തിരിച്ച് കസ്റ്റമർ ബൈ ചെയ്ത് 61.63 ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് ആണ്, അത് ആൻസറിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ എമൗണ്ട് പേയബിൾ ബൈ കസ്റ്റമർ ദാറ്റ് ഈസ് ആ ഒരു ലോസ്, കസ്റ്റമർക്ക് വന്ന ലോസ് എത്രയാണ്? 1,56,740 ആണ്. സോ ആ ഒരു എമൗണ്ട് നമുക്കും കിട്ടിയില്ലേ? 1,56,740 നമുക്ക് കിട്ടിയതാണ്. പക്ഷെ ആക്ച്വലി ആൻസർ ഇതാണ്. പെർഫെക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 1,56,500 ആണ് വരേണ്ടത്. ബിക്കോസ് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് ഈ ഒരു റൂള് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ തന്നെ നോക്കാം, കസ്റ്റമർക്ക് കോട്ട് ചെയ്യുന്ന റൗണ്ടഡ് ഓഫ് റേറ്റ് 63.6175 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫർദർ കാൽക്കുലേഷൻസ് വരുന്നത് 63.6175 അപ്പോൾ അവർ ജസ്റ്റ് ഈ ഒരു റേറ്റ് എടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ അതൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കണം. therefore 1,56,500 ആണ് ഇവിടെ നമുക്ക് വരേണ്ടത്. 1,56,500 ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ഒരു എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുത്തിട്ട് $2 lakhs മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ആയില്ലേ? ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും. ഓക്കെ, സോ ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, കോൺസെപ്റ്റിൽ ഓക്കെ ആണെന്നൊന്ന് ചെയ്യുക. കാരണം കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആദ്യത്തെ രണ്ടെണ്ണം എന്ത് ചെയ്യുക നോക്കുക, ക്യാൻസലേഷൻ റേറ്റും എമൗണ്ട് പേയബിൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, സ്വാപ്പ് ലോസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത് അല്ലേ? സോ സ്വാപ്പ് ലോസ് എന്നാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ആലോചിച്ച് നോക്കാം. നമ്മൾ 64.28 ഓക്കെ 64.28 നമ്മൾ ആദ്യം തന്നെ മറ്റൊരു ബാങ്കിന് ഇന്റർ ബാങ്കിൽ ട്രാൻസാക്ഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അവരെ ഒന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവരെ നമ്മൾ സ്വാഭാവികമായിട്ട് 10th ജൂണിൽ എന്ത് ചെയ്തു, കസ്റ്റമർ വന്നാലും ഇല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. 64.28 നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഇനി അതിനുശേഷം എന്ത് ചെയ്തു, കയ്യിൽ ഇപ്പോൾ $US ഇരിക്കല്ലേ? സോ ബാങ്ക് വന്നിട്ട് ഉടനടി അത് കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ ഉടനടി നമ്മൾ എന്ത് ചെയ്യാണ്, അന്ന് കിട്ടുന്ന വിലയ്ക്ക് ഓക്കെ 10th ജൂണിന് കിട്ടുന്ന വിലയ്ക്ക് എന്ത് ചെയ്യാണ്, ബാങ്ക് അത് സെല് ചെയ്ത് ഒഴിവാക്കുകയാണ് അല്ലേ? സോ ബാങ്ക് സെല് ചെയ്യുന്നത് കസ്റ്റമർക്കല്ല, ഇന്റർ ബാങ്ക് മാർക്ക്. therefore ബിഡ് റേറ്റ് ആണ് അപ്ലിക്കബിൾ. സോ ബാങ്ക് അന്നത്തെ സ്പോട്ട് റേറ്റ് ആയിട്ടുള്ള 63.8 എന്ത് ചെയ്യും, 63.8 എന്ത് ചെയ്യും, കയ്യിലുള്ള ഒറിജിനൽ ആയിട്ട് ശരിക്കുള്ള ഇതെന്ത് ചെയ്യും, സെൽ അങ്ങോട്ട് ചെയ്യും. നാളേക്ക് ഫെഡായി റൂൾ അനുസരിച്ച് കസ്റ്റമർ ഇനി 15 ദിവസത്തിനുള്ളിൽ വന്നാലോ ഓക്കെ, കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളതിൽ എന്ത് വേണം, ഡോളർ വേണം കൊടുക്കാനായിട്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യാണ്, അത് ആലോചിച്ചിട്ട് ബാങ്ക് വീണ്ടും ബൈ ചെയ്യാണ്. സോ ബാങ്ക് വീണ്ടും ഉടനടി എന്താണ്, ബൈ ചെയ്യാണ് എന്ന് തന്നെ 10th ജൂണിൽ. സോ അന്നത്തെ ആ അവൈലബിൾ സ്പോട്ട് റേറ്റിൽ എന്താണ്, ആ അവൈലബിൾ സ്പോട്ട് റേറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പോട്ട് ജൂൺ.
മനസ്സിലാക്കുക. ഈ സ്പോട്ട് ജൂൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ഒരു കസ്റ്റമർ പറഞ്ഞ ഒറിജിനൽ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടല്ലോ, ആ ഒരു മെച്യൂരിറ്റി ഡേറ്റിൻ്റെ അന്ന് എന്ത് ചെയ്യാണ് ഇനി മുന്നോട്ടുള്ള ഒരു ഫോർവേഡ് കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ സ്പോട്ട് ജൂൺ എന്ന് വിളിക്കുന്നത്. ദറ്റ് ഈസ് ജൂണിൽ അവസാനിക്കുന്ന ഒരു 1 മന്തിൻ്റെ. സോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 15 ഡേയ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, സോ സ്പോട്ട് ജൂൺ. സോ ഇതിൽ എത്രയാണ് ബാങ്ക് ബൈ ചെയ്യല്ലേ, കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ബൈ ചെയ്യല്ലേ, കസ്റ്റമർ വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വേണമെങ്കിൽ വാങ്ങണം. സോ ബാങ്ക് ബൈ ചെയ്യല്ലേ. സോ ബാങ്ക് ബൈ ചെയ്യുന്നത് ആസ് എ കസ്റ്റമർ, ബാങ്ക് ഇവിടെ ഒരു കസ്റ്റമർ ആയിട്ടാണ് മറ്റൊരു ബാങ്കിനെ ബൈ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് റേറ്റ് ഏതായിരിക്കും, ആസ്ക് റേറ്റ് ആയിരിക്കും. ദെർഫോർ 63.95 ഓക്കെ 63.95 ആസ്ക് റേറ്റിൽ ബാങ്ക് എന്ത് ചെയ്യും, ബൈ ചെയ്യും അല്ലേ. അപ്പോൾ 10th ജൂണിൻ്റെ ബാങ്കിൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുക. ബാങ്ക് ഇപ്പോൾ ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു വാങ്ങലും വിൽക്കലും നടത്തിയില്ലേ ഈ ഒരു മാർക്കറ്റിൽ അല്ലേ. സോ നാളേക്ക് ഒറിജിനലി 64.28 ബാങ്ക് എയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടുവന്നിട്ട് ഇന്റർ ബാങ്ക് മാർക്കറ്റിൽ അങ്ങനെ 63.8 വിറ്റിട്ട് ഉടനടി തിരിച്ച് 63.95 എന്ത് ചെയ്തു, വാങ്ങിച്ചില്ലേ. ബാങ്കിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലോസ് അവിടെ ഉണ്ടായില്ലേ. പക്ഷെ ലോസ് കൊടുക്കണ്ടേ, ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടില്ല, ഈ ഫോർവേഡ് റേറ്റിലാണ് എടുത്തേക്കുന്നത്. പക്ഷെ അന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ ബാങ്കിന് ഈ ഒരു സ്വാപ്പ് ട്രാൻസാക്ഷൻ ചെയ്തതുകൊണ്ട്, അതായത് കയ്യിലുള്ളത് വിറ്റിട്ട് തിരിച്ചൊരു പൊസിഷൻ വീണ്ടും ഒരു ബൈ പൊസിഷൻ എടുത്തതുകൊണ്ട്, ആ സ്വാപ്പ് ചെയ്തതുകൊണ്ട് എന്ത് വന്നിട്ടുണ്ട്, ബാങ്കിന് കുറച്ച് എമൗണ്ട് സ്വാപ്പ് ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് സ്വാപ്പ് ലോസ് വന്നുള്ളത്? സോ ഈ ഒരു വിറ്റ വില 63.8 തിരിച്ച് വാങ്ങിച്ചത് 63.95 അല്ലേ. സോ അപ്പോൾ 63.8 95 0.1500 15 പിപ്സ് ആണ് വന്നുള്ളത് അല്ലേ. അപ്പോൾ സോറി പിപ്സ് അല്ല, സോ 0.15 ഓക്കെ 15 പൈസ ഓക്കെ 0.15 15 പൈസ നമുക്ക് ബാങ്കിന് എന്ത് വന്നിട്ടുണ്ട്, ലോസ് വന്നിട്ടുണ്ട് ഒരു $US. നമുക്ക് എത്ര $2 2 ലക്ഷം $. സോ 2 lakhs മൾട്ടിപ്ലൈഡ് ബൈ 0.15 കംസ് ടു 30,000 ഓക്കെ. സോ 30,000 രൂപയാണ് നമുക്ക് സ്വാപ്പ് ലോസ് വന്നുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. സോ 10th ജൂണിന് ബാങ്കിൻ്റെ അവസ്ഥ ആലോചിക്കുക. ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് പോയിട്ട് സെല് ചെയ്തിട്ടുണ്ട്. ശരിക്കും കയ്യിലുള്ള ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ്, കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സോ ബാങ്ക് പോയിട്ട് കയ്യിലുള്ളത് 63.8 വിറ്റു, സെല് ചെയ്തു. തിരിച്ച് ബാങ്ക് കസ്റ്റമർക്ക് വേണ്ടി ഉടനെ ബാങ്ക് എന്ത് ചെയ്തു, ബൈ ചെയ്തു. എത്ര ബൈ ചെയ്തു, 63.95 ബൈ ചെയ്തു. ദെർഫോർ 15 പൈസ ഓക്കെ. സോ 15 പൈസ എന്നാണ് ലോസ് അടിച്ചു. സോ ഐ മീൻ ലോസ് പൊസിഷൻ, ഇപ്പോൾ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ 15 പൈസ ലോസിലാണ്. എത്ര, $2 lakhs $. സോ ടോട്ടൽ ഈ ഒരു സ്വാപ്പ് ആക്ടിവിറ്റി ഉണ്ടായത് 2 lakhs into 15 30,000 വിൽ ബി ദ ലോസ്. ഓക്കെ, 30,000 ഇന്ത്യൻ റുപ്പി ഇടാം. ഓക്കെ, റുപ്പീസ് 30,000. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വാപ്പ് ലോസ് നമുക്ക് നോക്കാം. സോ ഓൺ 10th ജൂൺ ബാങ്ക് എന്ത് ഡസ് എ സ്വാപ്പ് ഓക്കെ എങ്ങനെ ബൈ സെയിൽ ഓഫ് ഡോളർ അറ്റ് മാർക്കറ്റ് റേറ്റ് ആയിട്ടുള്ള 63.83 അല്ല 63.8 ആൻഡ് ഫോർവേഡ് പർച്ചേസും ചെയ്തിട്ട് 63.95. ദെർഫോർ ബാങ്ക് ബൈ ചെയ്തത് 63.95 ബാങ്ക് സെൽ ചെയ്തത് 63.8. ദെർഫോർ എമൗണ്ട് പേയബിൾ ദർ ഈസ് കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോസ് പൊസിഷൻ ബാങ്ക് എടുത്തത്. ദെർഫോർ ഓരോ ഒരു ഡോളറിനും 15 പൈസ ബാങ്കിന് എന്ത് വന്നിട്ട് ലോസ് വന്നിട്ടുണ്ട്. അതായത് കസ്റ്റമർക്ക് വേണ്ടി വന്ന ലോസ് ആണ്. ദെർഫോർ സ്വാപ്പ് ലോസ് എത്രയാണ്, സ്വാപ്പ് ലോസ് ഫോർ $2 lakhs comes to 30,000. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം 10th തീയതി നടക്കുന്നതാണ്. ഓക്കെ, സോ 10th തീയതി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സ്വാപ്പ് ലോസ് ബാങ്ക് എന്ത് ചെയ്തു വന്നു, കാരണം കയ്യിലുണ്ടായിരുന്ന $US വിറ്റ് ഉടനെ തന്നെ എന്ത് ചെയ്തു, അത്രയും $US എന്ത് ചെയ്തു ബൈ ചെയ്യാണ് 1 month ഫോർവേഡ് റേറ്റിൽ ആ ഒരു സ്പോട്ട് ജൂണിൽ. അപ്പോൾ അതുകൊണ്ട് 15 പൈസ ഒരു $US ഉണ്ടായ നഷ്ടം. ദെർഫോർ 2 lakhs into 15 പൈസ 30,000 will be the swap loss. ഓക്കെ, ഇവിടെ ക്ലിയർ അല്ല? ഓക്കെ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്ലേ ഓഫ് ഫണ്ട് ഇഫ് എനി. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ 10th തീയതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ ബാങ്കിന് 10th തീയതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്നല്ലേ. സോ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 12% ആണെന്ന്. ഇനി ബാങ്കിന് 10th തീയതി കസ്റ്റമർ വരാത്തത് കൊണ്ട് ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. സോ ബാങ്ക് ആക്ച്വലി ഇന്റർ ബാങ്ക് മാർക്കറ്റിൽ പോയിട്ട് 64.28 വാങ്ങിച്ചത് അല്ലേ. സോ 64.28 എന്ത് ചെയ്തു, ബാങ്ക് ഇന്റർ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്തു, വാങ്ങിച്ചു. ബാങ്ക് മറ്റൊരു ബാങ്കിൽ പോയിട്ട് 64.28 വാങ്ങിച്ചു. അപ്പൊ എത്ര പൈസ ചിലവായി ഉണ്ടാവും, 64.28 ചിലവായി ഉണ്ടാവും. 64.28 ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഔട്ട്ഫ്ലോ പർച്ചേസ് ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോ അല്ലേ ഉണ്ടാവുക. ഇനി ഈ പൈസ കൊണ്ടുവന്നിട്ട് കയ്യിലിരിക്കുകയാണ്, കസ്റ്റമർ വരുന്നില്ല. 10th തീയതി വൈകിട്ട് രാത്രിയായിട്ടും കസ്റ്റമർ വരുന്നില്ല. ദെർഫോർ കിട്ടുന്ന വിലക്ക് വിറ്റു അല്ലേ. സോ കിട്ടുന്ന വിലക്ക് 10th ജൂൺ 63.8 വിറ്റു. അപ്പോൾ വിൽക്കുമ്പോൾ പൈസ ഇങ്ങോട്ടല്ലേ വരാം, ഇൻഫ്ലോ അല്ലേ വരാം. ഇൻഫ്ലോ 63.80 ഓക്കെ.
ദെൻ അങ്ങനെയാണെങ്കിൽ ബാങ്കിന് ലോസ് അടിച്ചില്ല, കാരണം ഇൻഫ്ലോനേക്കാൾ കൂടുതൽ എന്തുണ്ടായിരുന്നു, ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോയില്ലേ. ഇൻഫ്ലോ ഓരോ ഡോളറും 63.8 അല്ലേ, ഔട്ട്ഫ്ലോ ഓരോ ഡോളറും 64.28 അല്ലേ. എത്രയാണ് ഒരു ഡോളറിൻ്റെ വ്യത്യാസം? ഒരു ഡോളറിൻ്റെ വ്യത്യാസം ഐ തിങ്ക് 0.48 ആയിരിക്കും അല്ലേ. സോ 20ഉം 28ഉം 0.48. ഓക്കെ, സോ 0.48 നമുക്ക് എന്ത് ചെയ്തു, ഓരോ ഡോളറിനും നഷ്ടം വന്നു. ഓക്കെ, ഔട്ട്ഫ്ലോ കൂടുതൽ വന്നു. ദർഫോർ ഇൻറ്റു എത്ര ലക്ഷം, $2 ലക്ഷം. ഓക്കെ, $2 ലക്ഷം. ദർഫോർ നമുക്ക് ടോട്ടൽ ഔട്ട്ഫ്ലോ വന്നിട്ടുള്ളത്, സോ 2 lakhs മൾട്ടിപ്ലൈഡ് ബൈ 0.48 കംസ് ടു 96,000. ഓക്കെ, ഈ 96,000 ബാങ്കിന് എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഔട്ട്ഫ്ലോ വന്നു, ക്യാഷ് ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ കസ്റ്റമറിൽ നിന്ന് ഈടാക്കണേ, ഇത് നമ്മൾ ലോസിൽ ഈടാക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഈ 1,56,000 നമ്മൾ ഈ ക്യാൻസലേഷൻ്റെ ആ സമയത്ത് ലോസ് ഉണ്ടല്ലോ, ആ 1,56,000 ഹ്യൂജ് എമൗണ്ട് കസ്റ്റമറെ നമ്മൾ ഈടാക്കുന്നുണ്ട്, എമൗണ്ട് പേയബിൾ ബൈ കസ്റ്റമർ. ഇവിടെ നമ്മൾ ലോസൊക്കെ, ആ ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന ലോസൊക്കെ നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10th ജൂണിന് കസ്റ്റമർ വരേണ്ടതായിരുന്നു. ഓക്കെ, പക്ഷെ കസ്റ്റമർ വരാത്തത് കൊണ്ട് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട് അല്ലേ. എത്രയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? 12%. ഓക്കെ, അപ്പോൾ ബാങ്ക് പറയാണ്, സോ ബിക്കോസ് ഓഫ് നിങ്ങൾ എന്താ പറയുക, കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, ഓക്കെ, കറക്റ്റ് സമയത്തിന് വരാത്തതുകൊണ്ട് നിങ്ങൾ 10 days ലേറ്റ് ആയിട്ടില്ല വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 10 daysൻ്റെ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, തരണം ഈ ഒരു എമൗണ്ടിൻ്റെ മുകളിൽ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം, പേ ചെയ്തതാണ് നിങ്ങളുടെ കോൺട്രാക്റ്റിൻ്റെ സെറ്റിൽമെൻറ്റ് വേണ്ടിയിട്ട്. ഓക്കെ, ദർഫോർ 96,000ൻ്റെ എത്ര 12% ഇൻട്രസ്റ്റ്, എത്ര നാൾക്ക്, 10 days അല്ലേ, 10th മുതൽ 20th വരെ അല്ലേ. സോ 10 ദിവസത്തേക്ക് ഡിവൈഡ് ബൈ 365 നോക്കുകയാണെങ്കിൽ 96,000 ഇൻറ്റു 12% കംസ് ടു 11,520 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 365. സോ കംസ് ടു ഒരു 316. ഓക്കെ, സോ രൂപ നമുക്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 320 രൂപ. ഓക്കെ, സോ ആ റേഞ്ചിലെടുക്കാം. 316 രൂപയാണ് വരുന്നത്. സോ നിയറസ്റ്റ് 10 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 320 രൂപ എന്നുള്ള ഇൻട്രസ്റ്റ് എടുക്കാം. ഈ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിരിക്കും ഔട്ട്ലേ ഫണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, സോ നോക്കാം. So interest on outlay of fund നോക്കാം. On 10th April bank received the delivery under contract. that is നമ്മൾ മറ്റൊരു ബാങ്കിൻ്റെ അത് വാങ്ങുന്നത് 64.28 അല്ലേ. ഒരു സെയിം ടൈം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം കസ്റ്റമർ വന്നില്ല, അന്ന് രാത്രിയിട്ട് കസ്റ്റമർ വന്നില്ല. ദെർഫോർ സെൽ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, സ്പോട്ടിൽ സെല്ല് 63.8. അപ്പോൾ ഓരോ ഡോളറുമേ 48 പൈസ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബാങ്ക് എക്സ്ട്രാ ചിലവാക്കി. ഓക്കെ, സോ കിട്ടിയതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു, ബാങ്കിന് ഇങ്ങോട്ട് വന്ന ഇൻഫ്ലോനേക്കാൾ കൂടുതൽ ബാങ്ക് ഔട്ട്ഫ്ലോ ചിലവാക്കിയത് 0.48 ആണ് ഒരു $. ദെർഫോർ $2 ലക്ഷം എത്ര 96,000 ബാങ്കിന് ഔട്ട്ഫ്ലോ കൂടുതൽ വന്നിട്ടുണ്ട്. അത് ആര് പേ ചെയ്യേണ്ടതായിരുന്നു, വിച്ച് ഈസ് എമൗണ്ട് പെയ്ഡ് ബൈ കസ്റ്റമർ ആയിരുന്നു. ഓക്കെ, അത് അന്ന് വന്നിരുന്നെങ്കിൽ, അന്ന് വരാത്തത് കൊണ്ട് കസ്റ്റമർ പേ ചെയ്തില്ല. ആര് പേ ചെയ്തു, ബാങ്ക് പേ ചെയ്തു. കസ്റ്റമർ 20th തീയതി വന്നതുകൊണ്ട് കസ്റ്റമർ 20th തീയതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും വലിയ എമൗണ്ട് 1,56,000 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഈ പൈസ ശരിക്കും കസ്റ്റമർ കൊടുക്കേണ്ടതായിരുന്നു. കസ്റ്റമർ അന്ന് വന്നില്ല, അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കേണ്ടതായി വന്നു. ദെർഫോർ ബാങ്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ദെർഫോർ 96,000 ഇൻറ്റു 12% മൾട്ടിപ്ലൈഡ് ബൈ 10 ഡിവൈഡ് ബൈ 365 എന്ന് പറയുമ്പോൾ ഒരു 316 രൂപയുടെ അടുത്ത് വരും. ദെൻ ഇറ്റ് വിൽ ബി റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് 10 ദാറ്റ് ഈസ് 320 എന്നുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അപ്ലിക്കബിൾ ആവാം. ഓക്കെ, സോ അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്ലേ ഫണ്ട് എത്രയായി, 320 രൂപ. ഈ ഒരു കോൺസെപ്റ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നമുക്ക് 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് ന്യൂ കോൺട്രാക്ട് റേറ്റ്. ന്യൂ കോൺട്രാക്ട് വളരെ സിമ്പിളാണ്. ന്യൂ കോൺട്രാക്ട് റേറ്റ് എങ്ങനെയാണ്, നമ്മൾ ഇത് ഒന്ന് റിയൽ ഈ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. പുതിയ കോൺട്രാക്ട് വെക്കാൻ കസ്റ്റമർ എന്നാണ് വന്നിട്ടുള്ളത്, 20th തീയതി. കാരണം കസ്റ്റമർ അറൈവ് ചെയ്തിട്ടുള്ളത് 20th ജൂണിനാണ് അല്ലേ. അപ്പോൾ പുതിയ കോൺട്രാക്ട് എന്തായാലും നമുക്ക് ഏത് കോളത്തിൽ നോക്കണം, ഈ ഒരു കോളത്തിലായിരിക്കണം. സോ 20th ജൂണിനാണ് കസ്റ്റമർ വരുന്നത്, പഴയത് ക്യാൻസൽ ചെയ്യാനും പുതിയ കോൺട്രാക്ട് എടുക്കാനും. സോ നമുക്ക് ഈ ഒരു കോളത്തിലെ റേറ്റ് നോക്കണം. 20th ജൂണിൽ വന്നിട്ട് എന്നൊക്കെയുള്ള കോൺട്രാക്ട്, എക്സ്റ്റൻഷൻ ഓഫ് കോൺട്രാക്ട് ഓൺ 10th August അല്ലേ. അപ്പോൾ 10th August അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 20th ജൂണിൽ 20th ജൂണിൽ ഓഗസ്റ്റും ഒന്ന് നോക്കാം, ഈ ഒരു പോയിന്റ് അല്ലേ. സോ ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമറിൽ നിന്ന് പുതിയ കോൺട്രാക്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ ബിഡ് റേറ്റ് എടുക്കണോ, ആസ്ക് റേറ്റ് എടുക്കണോ? സോ കസ്റ്റമർ ഇനി എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക, ഒറിജിനലി ഉള്ള കോൺട്രാക്ട് എന്ത് ചെയ്തു, ഡോളർ വാങ്ങാനുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. ഇനി പുതിയ ഡോളർ എന്ത് ചെയ്യണം, വാങ്ങാനുള്ള കോൺട്രാക്ട് പുതിയത് എൻ്റർ ചെയ്യണം. സോ പഴയ കോൺട്രാക്ട് ക്യാൻസൽ ആയില്ലേ,
ഇനി എന്തെങ്കിലും പുതിയ കോൺട്രാക്ട് എടുക്കുന്നത് ഏത് തന്നെയായിരിക്കും? ടു ബൈ $. കാരണം ഇമ്പോർട്ടർ ആണ്, കസ്റ്റമർ ആരാണ്? ഇമ്പോർട്ടർ ആണ്. അപ്പൊ കസ്റ്റമർക്ക് ഇനി $2,00,000 പുതിയ കോൺട്രാക്ടിനകത്ത് വാങ്ങുക തന്നെയാണ് വേണം അല്ലെ? ടു ബൈ $. ആണ്. അപ്പൊ ബൈ ചെയ്യേണ്ടത്, ബാങ്കിനായിട്ട് ബൈ ചെയ്യേണ്ടത് ഏത് റേറ്റിലാണ്? ടു ബൈ $. എന്ത് ചെയ്യണം? ആസ്ക് റേറ്റ്. സോ കസ്റ്റമർ വിൽ ബൈ ദ ഫോറിൻ കറൻസി അറ്റ് ആസ്ക് റേറ്റ്. ദെർഫോർ ഈ ഒരു റേറ്റ് ദറ്റ് ഈസ് 64.28. സോ 64.25 എന്ന് പറയുന്ന ആസ്ക് റേറ്റിലേക്ക് 64.25 എന്ന് പറയുന്ന ആസ്ക് റേറ്റിലാണ് കസ്റ്റമർ എന്ത് ചെയ്യേണ്ടത്? ബൈ ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ? പക്ഷെ ഇവിടെ കസ്റ്റമറും ബാങ്കും നമ്മളെ ട്രാൻസാക്ഷനിൽ there will be always an exchange margin. എത്രയാണ്? 0.1%. ഈ 0.1% ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ഇഫ് ദ റെലവൻറ്റ് റേറ്റ് ഈസ് ആസ്ക് റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ബിഡ് ആണെങ്കിൽ ലെസ് ചെയ്യണം അല്ലേ? ഇവിടെ റെലവൻറ്റ് റേറ്റ് 64.25 എന്ന് പറഞ്ഞ ആസ്ക് റേറ്റ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റേറ്റ് വിൽ ബി 64.25 പ്ലസ് 0.1% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 64.25 പ്ലസ് 0.1% കംസ് ടു 64.31425 അല്ല, അറൗണ്ട് 43 അല്ലേ? സോ 64.3143 ആയിരിക്കും പുതിയ റേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? നാളെ 20 ജൂണിൽ വന്നിട്ട് ഓഗസ്റ്റ് 10 എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് ആണ് റെലവെന്റ് ആവുക അല്ലെ? ഇനി ഇതിൽ ബിഡ് എടുക്കണം ആസ്കർ എന്ന് വെച്ചാൽ കസ്റ്റമർ എന്താ ചെയ്യാൻ പോകുന്നത്? കസ്റ്റമർ $US വാങ്ങാനല്ലേ പോകുന്നത്. സോ ബേസ് കറൻസി വാങ്ങണമെങ്കിൽ എന്തെടുക്കണം? ആസ്ക് റേറ്റ്. സോ 64.25 എന്ന് പറഞ്ഞാൽ ആസ്ക് റേറ്റ് എടുക്കുക. പ്ലസ് ആസ്ക് റേറ്റ് ആയതുകൊണ്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യുക? കമ്മീഷൻ മാർജിൻ എന്ത് ചെയ്യുക? കൊടുക്കുക. ഇനി ഈ ഒരു റേറ്റ് ആണ് വരുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ ആരൊക്കെ തമ്മിലാണ് ട്രാൻസാക്ഷൻ? കസ്റ്റമറും ബാങ്കും. ദെർഫോർ നമ്മൾ മാർജിൻ ആഡ് ചെയ്ത് എടുത്തു. ഇനി ആ ഒരു ഫിഗർ നിയറസ്റ്റ് 0.0025 റൗണ്ട് ചെയ്യണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റൗണ്ട് ചെയ്യുക. 64.3143 എന്നുള്ളതിൻ്റെ നിയറസ്റ്റ് 25 മൾട്ടിപ്പിൾ 50 അല്ലേ? ദെർഫോർ 3150 എന്നുള്ള റേറ്റിലോട്ട് എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക. 64.3150. ഓക്കെ. സോ റേറ്റ് നോക്കുകയാണെങ്കിൽ സോ പുതിയ റേറ്റ് ന്യൂ കോൺട്രാക്ട് റേറ്റ് നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് എക്സ്റ്റൻഡ് കറണ്ട് റേറ്റ് ഈസ് എത്ര? 64.25 പ്ലസ് മാർജിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 64.3143. നമ്മൾ ചെയ്ത പോലെ തന്നെ 64.3143. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക. റൗണ്ടഡ് ഓഫ് ടു 64.3150. ഓക്കെ, 64.3150. ഓക്കെ, വിത്ത് ദിസ് ന്യൂ കോൺട്രാക്ട് റേറ്റും ഓക്കെ ആണെന്ന് വിചാരിക്കും. യെസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? ഓക്കെ, കസ്റ്റമർക്ക് ഇവിടെ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് കൊടുക്കേണ്ടത്? ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് എന്ന് ഒന്നാമത്തത് ക്യാൻസലേഷൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. സോ വിത്ത് റെസ്പെക്ട് ടു ക്യാൻസലേഷൻ 20th ജൂണിന് ക്യാൻസലേഷൻ വന്നപ്പോൾ അന്നത്തെ സ്പോട്ട് റേറ്റ് അനുസരിച്ച് എത്രയാണോ ക്യാൻസലേഷൻ കസ്റ്റമർ പേ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് കൊടുക്കണം. എത്രയാണത്? 1,56,740 അല്ലെങ്കിൽ 1,56,500. നമ്മൾ ഏത് വേണമെങ്കിലും എടുക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 1,56,500 ആണ് എടുക്കേണ്ടത്. കാരണം റൗണ്ടഡ് ഓഫ് വെച്ച് നോക്കുമ്പോൾ 1,56,500 ആണ് എടുക്കേണ്ടത്. അതെന്തായാലും കസ്റ്റമർ ആർക്ക് കൊടുക്കണം? ബാങ്കിന് കൊടുക്കണം. ഇനി കസ്റ്റമർക്ക് വേണ്ടിയിട്ട് 10th ജൂണിന് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഒരു ഫോർവേഡ് കോൺട്രാക്ട് വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ധാരെ കൊണ്ട് പറ്റിയതാണ്, കസ്റ്റമറെ കൊണ്ട് അല്ലെ? ഒരു സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്വാപ്പ് ചെയ്തത് കൊണ്ട് ഓക്കെ, കാരണം ഫോർവേഡ് കോൺട്രാക്ട് 63.95 എടുത്തില്ലേ? സോ ഇന്ന് 63.8 വിറ്റിട്ട് ആ സാധനം വിറ്റ സാധനം തന്നെ 63.8 വിറ്റിട്ട് നാളെ ചോദിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യോ? ഒരു സാധനം നമ്മളെ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങളെ കയ്യിലൊരു സാധനം ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതിലൊരു എന്താ പറയുക പുതിയ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, ഫ്രഷ് പുതിയൊരു കാൽക്കുലേറ്റർ നിങ്ങളൊരു കൂട്ടുകാരൻ എന്ത് ചെയ്യണം? 300 രൂപക്ക് വിറ്റിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 320 രൂപക്ക് അപ്പം തന്നെ വേറെ കടയിൽ നിന്ന് എന്ത് ചെയ്യുക? അത് വാങ്ങിക്കുക. സോ ഒരു മണ്ടത്തരല്ലേ? പക്ഷെ ഇത് ചെയ്യേണ്ടി വരുന്നത് മറ്റൊരാളെ കൊണ്ടാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ 20 രൂപ നഷ്ടം ചെയ്യും, അവൻ്റെ നമ്മൾ വാങ്ങിക്കും അല്ലേ? ഈ പറഞ്ഞ പോലെ ബാങ്കിന് ഇതൊരു മണ്ട്. കാരണം ബാങ്ക് 63.8 വിറ്റിട്ട് ആ വിറ്റ സാധനം തന്നെ എന്ത് ചെയ്യുക? അപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? 63.95 എന്ത് ചെയ്യുക? വാങ്ങിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരാണ്. പക്ഷെ ബാങ്ക് ഈ മണ്ടത്തരം ചെയ്യുന്നത് ആരാലോചിച്ചിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്? കസ്റ്റമറുടെ. ദെർഫോർ അവിടെ ഉണ്ടാവുന്ന കോൺസിക്വൻസ് അത് കോസ്റ്റ് ആണുള്ളത് ആര് വഹിക്കണം? കസ്റ്റമർ. ദെർഫോർ ആ ഒരു കോസ്റ്റ് എത്രയായിരുന്നു? 30,000 അല്ലേ? അപ്പോൾ ഈ സ്വാപ്പ് ലോസ് എന്ത് ചെയ്യണം? കസ്റ്റമർ തന്നെ തരണം 30,000 അല്ലേ? കൂടാതെ നമ്മളൊരു ഇൻട്രസ്റ്റിൽ വന്നിട്ടില്ലേ? കാരണം 10th നമുക്കുണ്ടായ എക്സ്ട്രാ ക്യാഷ് ഔട്ട് ഫ്ലോ അതിൻ്റെ ഇൻട്രസ്റ്റും ആര് പേ ചെയ്യണം? കസ്റ്റമർ, വിച്ച് ഈസ് 320. സോ ആ ഒരു 320 കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത്രയും എമൗണ്ട് ആര് തരേണ്ടതാണ്? കസ്റ്റമർ. ദെർഫോർ 1,56,500 പ്ലസ് 30,000 പ്ലസ് 320. സോ ആക്ച്വൽ ആൻസർ വിൽ ബി 1,86,820 rupees ആര് തരേണ്ടതായിരിക്കും? കസ്റ്റമർ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി കസ്റ്റമർ ആയിരിക്കും ഇത്രയും എമൗണ്ട്. ഓക്കെ, ഇനി ഇവരുടെ ആൻസർ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ രീതിയിൽ പറയുകയാണെങ്കിൽ 1,56,740 30,000 പ്ലസ് 320 കംസ് ടു 1,56,740 പ്ലസ് 30,000 പ്ലസ് 320 കംസ് ടു
1,87,060. ഓക്കെ, 1,87,060 രൂപയായിരിക്കും ചിലപ്പോൾ ഇൻഷുർഡ് ആൻസർ അല്ല ഈ ബുക്കിലെ ആൻസർ വരിക. ശരിക്കും 1,86,820 ആണ് വരേണ്ടത്. ഓക്കെ, യെസ്, പറഞ്ഞ പോലെ തന്നെ നോക്കാം. ടോട്ടൽ കോസ്റ്റ് ക്യാൻസലേഷൻ ചാർജ് ഇവർ എടുത്തിട്ടുള്ളത് 1,56,740 ആണ്. ആ ഒരു റൗണ്ട് ഓഫിൻ്റെ എഫക്റ്റ് പോയതാണ്. ഇനി സ്വാപ്പ് ലോസ് 30,000, ഇൻട്രസ്റ്റ് 320. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം, പക്ഷെ അതൊരു ചെറിയ മിസ്റ്റേക്ക് ആണ്. ശരിക്കും ഇവിടെ 1,56,500, 30,000, ഓക്കെ, പിന്നെ 320. സോ ടോട്ടൽ കംസ് ടു 1,86,820 അല്ലേ, 1,86,820. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, വിത്ത് ദിസ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. സോ ഇത് സി എം എ ഫൈനൽ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര റെലവൻ്റ് ആണെന്ന് പറയുന്നില്ല. കാരണം ക്യാൻസലേഷൻ്റെ ബേസിക് ക്യാൻസലേഷൻ ആണ് സിലബസിൽ കവർ ചെയ്യുന്നത്. പക്ഷെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നേരെ കോപ്പി പേസ്റ്റ് ഇതൊക്കെ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. മാക്സിമം ഈ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അതിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഏത് കോൺസെപ്റ്റിലാണ്, നമ്മുടെ ഗ്രേസ് പീരീഡ് 15 ദിവസം എന്നുള്ള കോൺസെപ്റ്റാണ്. കാരണം ഫെഡായുടെ ആദ്യത്തെ റൂൾസ് അനുസരിച്ച് ആഫ്റ്റർ മെച്യൂരിറ്റി 15 ദിവസം വരെ എന്തായിരുന്നു കസ്റ്റമർക്ക് വന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യാമായിരുന്നു. ആസ് പെർ ലേറ്റസ്റ്റ് ഇത് പ്രകാരം 3 days ആണ് ആ ഒരു ഗ്രേസ് പീരീഡ് കൊടുക്കുന്നത്. 3 days ആണ്. 3 daysനുള്ളിൽ കസ്റ്റമർ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ICAയുടെ പുതിയ CA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മെറ്റീരിയൽ ഈ 20th June പകരം 13th June ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, യെസ്.